നമസ്കാരം. മലയാള താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം നടന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഒട്ടുമിക്ക താരങ്ങളും എത്തിയ യോഗത്തിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആ കൂട്ടത്തിൽ മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിന്റെയും ഇന്ദ്രൻസിന്റെയും വീഡിയോയാണ് സോഷ്യൽ മീഡിയയുടെ മനം കവർന്നത്. വളരെ രസകരമായ ഈ വീഡിയോ വളരെ വേഗത്തിലായിരുന്നു ആരാധകർ ഏറ്റെടുത്തത്. ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്ക് ഒരുക്കിയ ആദരവിൽ ഇന്ദ്രൻസിന് ഉപഹാരം സമ്മാനിക്കുകയായിരുന്നു മോഹൻലാൽ. ശേഷം അദ്ദേഹം ചുംബിക്കുന്നതാണ് വീഡിയോ. പിന്നാലെ ഇന്ദ്രൻസും മോഹൻലാലിന് ചുംബനം നൽകിയിരുന്നു. ഞാൻ എല്ലാവർക്കും ചുംബനം നൽകും, എനിക്കും ആരും തരാനില്ല എന്ന് മോഹൻലാൽ പരാതി പറഞ്ഞപ്പോഴാണ് ഇന്ദ്രൻസ് ഉടൻ തന്നെ മോഹൻലാലിന് ചുംബനം നൽകിയത്. സംഘടനയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ സിദ്ദീഖും വേദിയിലുണ്ടായിരുന്നു. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത്. രണ്ട് നല്ല മനസ്സിനുടമകൾ, ഞങ്ങളോട് ചോദിക്കേണ്ട ലാലേട്ടാ, 1, 10, 100 ചുംബനങ്ങൾ ഞങ്ങൾ തരില്ലേ? ചിലപ്പോഴെല്ലാം മനുഷ്യരിൽ ഇങ്ങനെയാണ്, ഒരു ചുംബനവും സ്നേഹവും ആദരവും എല്ലാം ആഗ്രഹിക്കും. ഇത്രയും വലിയ നടനാണെന്നുള്ള ഒരു ചാടിയുമില്ലാത്ത താരങ്ങൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. നടൻ മോഹൻലാലിനൊപ്പമുള്ള ഇന്ദ്രൻസിന്റെ വീഡിയോ വൈറലായി മാറിയതോടെ ഇതേക്കുറിച്ച് നിരവധി പേർ ഇന്ദ്രൻസിനോട് ആ സംഭവത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ ഉമ്മ കൊടുത്തതിനു ശേഷം മോഹൻലാൽ രഹസ്യമായി ചെവിയിൽ പറഞ്ഞതിനെക്കുറിച്ച് പറയുകയാണ് താരം. ഉമ്മ തരാൻ തനിക്ക് ആരുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മ കൊടുത്ത ശേഷം അദ്ദേഹം ചെവിയിൽ പറഞ്ഞ കാര്യം രഹസ്യമാണ്. അഭിനയ ജീവിതത്തിൽ തനിക്ക് പ്രചോദനമായ നടനാണ് ലാൽ സാർ, അതുപോലെ മമ്മൂട്ടി സാറും. അധികം സിനിമകളിൽ ലാൽ സാറിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ വസ്ത്രാലങ്കാര ജോലി ചെയ്യുന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയാം. ഹാസ്യം ഇത്രയും ഒതുക്കി ചെയ്യുന്നതിനുള്ള ശേഷി അപാരമാണ്. ജഗതി ചേട്ടനാണ് ഇഷ്ടമുള്ള മറ്റൊരാൾ. മമ്മൂട്ടി സാർ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള കാർ യാത്രയിൽ കൂട്ടി. അദ്ദേഹമാണ് വണ്ടി ഓടിച്ചത്. വായന, സഞ്ചാരം, എഴുത്തുകൾ, അങ്ങനെ സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് ഇന്ദ്രൻസ് പറയുന്നു. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചതിനെ പറ്റിയും അഭിമുഖത്തിൽ ഇന്ദ്രൻസ് സംസാരിച്ചിരുന്നു. വീട്ടിലെ പരാധീനതകൾ മൂലം പഠനം നിർത്തി തൊഴിൽ ചെയ്യാൻ ഇറങ്ങിയ ആളാണ് ഞാൻ. ചടങ്ങുകളിലൊക്കെ സ്വയം പരിചയപ്പെടുത്താൻ പോലും ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സിനിമാ ജീവിതത്തിൽ പല അംഗീകാരങ്ങളും തേടിയെത്തിയപ്പോഴും സംസാരിക്കാനാകാതെ ഉൾവലിയേണ്ടി വന്നു. പഠിക്കണമെന്ന ചിന്ത കാലങ്ങളായി മനസ്സിലുണ്ടായിരുന്നെങ്കിലും തിരക്കുകൾ മൂലം അതിന് സാധിക്കാതെ വന്നു. വിദ്യാഭ്യാസം നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. പുസ്തകങ്ങൾ വായിച്ച് ലോകത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും പൊതുവായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതുമാത്രം പോരല്ലോ, ലൊക്കേഷനിൽ പുസ്തകങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ അധികവും പാഠപുസ്തകങ്ങളാണ് കൊണ്ടുപോകുന്നത്. സാക്ഷരതാ മിഷന്റെ 7ാം തരം തുല്യതാ പരീക്ഷ പാസ്സായ ശേഷം SSLC തുല്യതാ പരീക്ഷ എഴുതും. പഠിക്കാൻ കഴിയാത്തതിന്റെ വിഷമം അങ്ങനെ ഉള്ളിൽ നിന്നും പോകുമെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത്.